ബംഗളൂരുവിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി മരിച്ച നിലയിൽ ആത്മഹത്യയെന്ന കോളേജ് അധികൃതർ. ദുരൂഹത സംശയിച്ച് അവന്റെ കുടുംബം. ബംഗളൂരു യലഹങ്കയിലെ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിയായിരുന്നു 21 വയസ്സുള്ള ലക്ഷ്യ മിശ്ര. മണിപ്പാൽ അക്കാദമിയിൽ 2ാം വർഷ ബിടെക് വിദ്യാർത്ഥി. ഹോസ്റ്റലിന്റെ 9ാം നിലയിൽ നിന്നും ചാടി അവൻ ആത്മഹത്യ ചെയ്തു എന്നാണ് കോളേജ് അധികൃതർ അവന്റെ വീട്ടുകാരോട് പറയുന്നത്. കഴിഞ്ഞ ദിവസം അവന്റെ വീട്ടിലേക്ക് ഒരു ഫോൺ കോൾ വന്നു. വൈകിട്ട് 3:30 ഈ സംഭവം വിവരിച്ചുകൊണ്ടായിരുന്നു അവരുടെ ഫോൺ കോൾ. ഇത്തരത്തിൽ അപകടമുണ്ടായി, അവൻ കെട്ടിടത്തിന് മുകളിലേക്ക് ചാടിയെന്ന്. അരമണിക്കൂർ കഴിഞ്ഞില്ല, ഏതാണ്ട് 4 മണിയോടുകൂടി വീണ്ടും കോളെത്തി. തങ്ങളുടെ മകൻ മരിച്ചു എന്നറിയിച്ചുകൊണ്ട് അവൻ ജീവനൊടുക്കേണ്ട ഒരു സാഹചര്യവും ഇല്ല എന്നാണ് ആ വിദ്യാർത്ഥിയുടെ അച്ഛൻ പറയുന്നത്. ആത്മഹത്യയാണെന്ന് സ്ഥാപിക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നതുപോലെ ആ വീട്ടുകാർ അങ്ങനെ സംശയിക്കുന്നു. ജനാല വഴി താഴേക്ക് ചാടിയെന്നാണ് കോളേജിൽ നിന്നും അറിയിച്ചത്. ഒരാൾക്ക് കയറാൻ പോലും കഴിയുന്നതല്ല ഹോസ്റ്റലിലെ ജനാലകളെന്ന് അവന്റെ വീട്ടുകാർ നേരിട്ട് കണ്ടറിഞ്ഞു. ശരീരത്തിൽ അത്രമാത്രം ഉയരത്തിൽ നിന്നും വീണതിന്റെ പാടുകൾ ഇല്ല എന്നും കുടുംബം പറയുന്നു. मुझे 3:30 बजे करीब फ़ोन आया कि आपका बच्चा 9th फ्लोर से गिर गया है. उसके बाद फिर 4 बजे करीब हॉस्पिटल से फ़ोन आया कि उसकी देहांत हो गई है. मैं 9:30 बजे फ़्लाइट लेकर के बेंगलोर मणिपाल यलहंका हॉस्पिटल में आया. बॉडी मैंने देखा. बॉडी देखने से ये कहीं भी प्रतीत नहीं हो रहा है कि 9th फ्लोर से गिरा हुआ बच्चा है. फिर मैं कॉलेज में गया. कॉलेज में इन लोगों ने बोला कि खिड़की से बच्चा गिर गया है. खिड़की में कोई बच्चा उस टाइप का है कि उसमें कोई घुस ही नहीं सकता है, तो गिरने का प्रश्न ही नहीं उठता है. फिर मैं जहाँ बच्चा गिरा वहाँ नीचे गया. वहाँ देखा कि छोटा सा खून का खाली एक कतरा है. एक 21 साल का बच्चा गिरने पर छोटा सा खून हो ही नहीं सकता है. वो पूरा शरीर बॉडी छिन्न भिन्न हो जाएगा. ഹാജർ നില കുറവാണ് എന്നും അവന് മാർക്ക് കുറവാണെന്നുമൊക്കെ അധികൃതർ വാദിക്കുന്നുണ്ട്. പക്ഷേ അവന്റെ വീട്ടുകാർ പറയുന്നത് അങ്ങനെയല്ല. മോശമല്ലാത്ത മാർക്ക് അവനുണ്ട് എന്നതിന്റെ മാർക്ക് ലിസ്റ്റ് അവരുടെ കൈവശമുണ്ട് എന്നാണ് ആ അച്ഛൻ അഞ്ജനി കുമാർ മിശ്ര പറയുന്നത്. മാത്രമല്ല, ഈ ബംഗളൂരുവിൽ എത്തിയ ശേഷം മകന്റെ മരണം അറിഞ്ഞ ശേഷം ആ കോളേജിലെ ഹോസ്റ്റലിലെ CCTV ദൃശ്യങ്ങളും അയാൾ പരിശോധിച്ചു. അതിൽ ചില അസ്വാഭാവികതകൾ കണ്ടെത്തിയെന്നാണ് അച്ഛൻ പറയുന്നത്. 2 മുറികളിൽ പതിവില്ലാതെ അന്ന് ആൾക്കൂട്ടമുണ്ടായിരുന്നു. ആ മുറിയിൽ നടന്നത് എന്താണ്? അത് തന്നെയാണ് ആ മകന്റെ മരണത്തിന് കാരണമെന്നാണ് അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്നത്. കൊലപാതക ശേഷം അവർ ഒരുപക്ഷെ തന്റെ മകന്റെ മൃതദേഹം മുകളിൽ നിന്ന് താഴേക്ക് വലിച്ചെറിഞ്ഞതാകാമെന്നും അച്ഛൻ പറയുന്നു. मतलब परसों हमारी 5 बजे तक बात हुई है. वो बच्चा हंसते हुए बात कर रहा था. उसके बाद फिर मम्मी से 10 बजे करीब बात हुई है. बच्चा एकदम स्वस्थ था. ये लोग सुसाइड का एंगल बना रहे हैं. कोई अटेंडेंस दिखा रहा है कि हाँ अटेंडेंस इसका कम था इसलिए सुसाइड किया. कोई दिखा रहा है कि मार्क्स कम था इसलिए सुसाइड किया, जो कि मेरे पास मार्क्स की फ़ोटो कॉपी है. मार्क्स उसका ठीक ठाक है. मैं CC कैमरा देखा हूँ. वहाँ 1-2 रूम में उस दिन बहुत ज़्यादा गैदरिंग हम देख रहे हैं. हो सकता है कि उस गैदरिंग में कुछ ऐसी घटना घटी हुई है जिससे मेरे बच्चे को मौत हुई है. मेरे बच्चे को मार दिया है लोग और जानबूझ करके वहाँ फेंक दिया है लोग. मुझे इंसाफ चाहिए. ആ കുടുംബത്തിന്റെ പരാതിയിൽ പോലീസ് എന്താണല്ലോ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അവന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. എന്താണെങ്കിലും ആ 2ാം വർഷ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയുടെ മരണത്തിന് കാരണം അതെന്താണെന്ന് അറിയണം. തങ്ങൾക്ക് നീതി വേണം എന്നുള്ളതാണ് കുടുംബത്തിന്റെ ആവശ്യം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.